അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോകാൻ എല്ലാ സ്വഹാബികൾക്കും കൽപ്പന കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒഴികെ എല്ലാവരും മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഹിജ്റ പോകാൻ വേണ്ടി അള്ളാഹു അനുമതി കൊടുത്തു. ആ അനുമതി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ പുറപ്പെടാൻ വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചൊല്ലുകയും അവിടെ ഇസ്ലാം വ്യാപിക്കുകയും ചെയ്താൽ വരാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മക്കയിലെ ഖുറൈശികളെ വല്ലാതെ അലസരപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ ദാറുന്നദ്വ എന്ന് പറയുന്ന ഖുറൈശികൾ ഒത്തുചേരുന്ന സ്ഥലത്ത് ഒത്തുചേരുകയും എങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയുമാണ്. അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ കൂടിയ മക്കയിലെ ഖുറൈശികൾ ഒരു തീരുമാനമെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുക. അപ്പോൾ വധിക്കുമ്പോൾ ആര് വധിക്കും? ഓരോരുത്തർ വധിച്ചാൽ അവരവരുടെ കുടുംബക്കാരുടെ മേൽ അതിൻ്റെ കുറ്റം ചാർത്തപ്പെടും. ആരും തന്നെ സ്വമേധയാ ഏൽക്കണ്ട, നമുക്ക് കൂട്ടമായി കൊല്ലാം എന്ന് തീരുമാനിക്കുകയും ഓരോ കുടുംബത്തിൽ നിന്ന് ഒരു യുവാവിനെ വീതം തിരഞ്ഞെടുക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രി വീട് വളഞ്ഞ് ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് പോകുന്ന ഒരു മണത്തറിഞ്ഞു. അങ്ങനെ നബി തങ്ങൾ പോയാൽ മദീനയിൽ ചെന്നാൽ അവിടെ വലിയ സംഭവങ്ങൾ ഉണ്ടാകും, മക്കയും മദീനയും ലോകം മുഴുവൻ ഇസ്ലാം കീഴടക്കുമെന്നൊക്കെ അവർക്ക് ഏകദേശം ഒരു ധാരണയായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ യുവാക്കളെ സംഘടിപ്പിച്ച് ഏകദേശം ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ യുവാക്കൾ വീതം അവരെല്ലാവരും കൂടെ കൂട്ടുത്തരവാദിത്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വധത്തിനെ ഏൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിൻ്റെ അന്ന് രാത്രി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വളയുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു, തങ്ങളെ അങ്ങേ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ അങ്ങയുടെ വീട് വളഞ്ഞിരിക്കുകയാണ്, അത് താങ്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇപ്രകാരം ചെയ്യുക എന്ന് അള്ളാഹു പ്രത്യേകമായ ഓർഡർ കൊടുത്തത് പ്രകാരം പാതിരാത്രി സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരിപ്പിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കിടത്തുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഒരു വൈരുദ്ധ്യാത്മികമായ ഒരു സത്യം. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിലാക്കിയിട്ട് പോയതെന്ന് ചോദിച്ചാൽ, നബി തങ്ങളെ ശത്രുവായി കാണുമ്പോഴും മക്കയിലുള്ള പ്രമുഖരായ എല്ലാവരും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാണ് അവർക്ക് എന്തെങ്കിലും അർജന്റുള്ള സാധനങ്ങൾ അമാനത്തായി കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമാനത്തായി ഏൽപ്പിച്ചാൽ അത് എന്നാണെങ്കിലും തിരികെ കിട്ടും, അതിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല, അത് പൂർണ്ണ രൂപത്തിൽ വിശ്വസിച്ചേൽപ്പിക്കാമെന്ന് മക്കക്കാർ, അത് കുഫാറുകളാണെങ്കിലും അവർക്ക് ഉറപ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫാറുകളുടെ ഇടയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ പോലും തന്നെ കാഫിരീങ്ങൾ ഏൽപ്പിച്ച അമാനത്ത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിയോഗിച്ചിട്ട് പോകുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയും നബി തങ്ങളുടെ വിശ്വസ്തതയെ അംഗീകരിച്ചിരുന്ന കാഫിരീങ്ങളും. അവിടെയാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇരിക്കട്ടെ, അള്ളാഹു അറിയിപ്പ് കൊടുത്തതനുസരിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവിടുത്തെ വിരിപ്പിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കിടത്തിയിട്ട് ചുറ്റുഭാഗത്തും ശത്രുക്കൾ നിരന്നു നിൽക്കുന്ന വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ചില വാചകങ്ങൾ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നുള്ള വാചകങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ഖുർആനിന്റെ അത്ഭുതകരമായ വാചകത്തിന്റെ അതിശയം എന്ന് പറയാം, ശത്രുക്കളുടെ കണ്ണ് മൂടപ്പെട്ട ഒരവസ്ഥയായി, അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയായി. അവർക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായിട്ട് കടന്നു പോകുന്നു, അവരാരും അറിഞ്ഞില്ല. പ്രഭാതമായപ്പോൾ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പുറത്തുനിന്ന് ഒരാളും ഒന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദിനെ കൊല്ലാനാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അതിന് മുഹമ്മദ് എപ്പോഴോ അദ്ദേഹത്തിന്റെ യാത്രയുമായി പോയി കഴിഞ്ഞു. ഉടനെ തന്നെ
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടന്നുറങ്ങുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുകൊണ്ട് അവർ ഇളിഭ്യരായി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഇറങ്ങുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയധികം ശത്രുക്കളുടെ വാൾത്തലപ്പിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ അത്ഭുതകരമായ വാചകങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ സ്ഥൈര്യം, അതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത, ഇതെല്ലാം അള്ളാഹു ജീവിതത്തിൽ നമ്മൾക്ക് പ്രകാശമാനമാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.